ഇന്ന് പകൽ വിശ്വാസത്തോടെ പറഞ്ഞോ, നീ മറ്റുള്ളവർക്കൊരു അനുഗ്രഹം. മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരാൻ ദൈവം നിന്നിലൂടെയും ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വേഗത്തിൽ വിഷയത്തിലേക്ക് വരാം. നമുക്ക് സമയപരിമിതി ഉണ്ടല്ലോ. ഇതിന്റെ പശ്ചാത്തലം വളരെ വ്യക്തമാണ്. ഗലീലയിലെ കാനാവിൽ എന്തുണ്ടായി? ഒരു വിവാഹം ഉണ്ടായിരുന്നു. യേശു, തൻ്റെ ശിഷ്യന്മാർ, യേശുവിൻ്റെ അമ്മ, വിവാഹത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ, അത്രയും ആ വീടുമായി ബന്ധപ്പെട്ട വിവാഹത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ, അത്രയും ആളുകൾ അവിടെ ഉണ്ട്. പക്ഷേ യേശു അവിടെ ഒരു അതിഥിയാണ്. നോക്കണം, അവിടെ പ്രശ്നം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ എന്തില്ല? വീഞ്ഞില്ല. എല്ലാവരും പറഞ്ഞ എന്തില്ല? വീഞ്ഞില്ല. ഉള്ളത് തീർന്നുപോയി. ഉള്ള വീഞ്ഞ് തീർന്നു പോകുന്ന സമയത്ത് യേശുവിൻ്റെ അമ്മ യേശുവിനോട് പറയുന്നുണ്ട്, വീഞ്ഞ് തീർന്നുപോയി. യേശു പറയുകയാണ്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്നിട്ട് മറിയ പറയുകയാണ്, ഇവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് ചെയ്യണം. ഹല്ലേലൂയ. ഉടനെ യേശുവിൻ്റെ നാഴിക വന്ന സമയത്ത്, യേശുവിൻ്റെ സമയം വന്ന സമയത്ത് പുറത്തുള്ള കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. അവിടെ ഉള്ളതായിരിക്കുന്ന ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ വിവാഹ വീട്ടിൽ വീഞ്ഞുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരുന്ന ആളുകൾ ആ കൽപാത്രത്തിനകത്ത് വെള്ളം ഒഴിക്കാൻ തുടങ്ങി. വീഞ്ഞ് തീർന്നുപോയ ആ വീട്ടിൽ, കല്യാണ വീട്ടിൽ, യേശു കർത്താവ് ആ കൽപാത്രങ്ങളിൽ പകർന്ന വീഞ്ഞ് മറ്റുള്ളവർക്ക്, ആ വെള്ളം അത് മറ്റുള്ളവർക്ക് കൊണ്ടുപോയിട്ട് കൊടുത്തപ്പോൾ കൽപാത്രത്തിലെ വെള്ളം അത് വീഞ്ഞായി മാറുവാൻ ഇടയായി. അങ്ങനെ ആ വീട്ടിൽ വലിയ സന്തോഷമുണ്ടായി. ഞാൻ ഇന്ന് പ്രാരംഭത്തിൽ തന്നെ നിങ്ങളോട് ഇങ്ങനെ വചനത്തിൽ നിന്ന് പറയാണ്, പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു വിവാഹം നമ്മുടെ കുടുംബങ്ങളിലോ അല്ലെങ്കിൽ നമുക്കിടയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരിലോ നമ്മുടെ വീട്ടിലോ ഒക്കെ ഒരു വിവാഹം നടക്കുവാണെങ്കിൽ ആ വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നവർക്ക് ഭക്ഷണം നൽകി കൊടുക്കുവാനായിട്ട് നമ്മൾ ഭക്ഷണങ്ങൾ ഒരുക്കിയിട്ട്, ഭക്ഷണം തീർന്നു പോയാൽ, വന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ വന്നാൽ എങ്ങനായിരിക്കും അവസ്ഥ? വന്നവർക്ക് ഭക്ഷണമില്ല, കൊടുക്കാനായിട്ടൊരു നിവൃത്തിയില്ല, ഭക്ഷണം തീർന്നു പോയി എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാരുടെ അവസ്ഥ എങ്ങനെയാണ്? നമ്മളാണെങ്കിൽ എങ്ങനെ ആയിരിക്കും? ടെൻഷൻ അടിക്കുവോ? വേണ്ടുന്നില്ല. ടെൻഷൻ അടിക്കും. ഭയങ്കര വെപ്രാളമായിരിക്കും. എനിക്ക് തോന്നുന്നു ചിലരാണെങ്കിൽ ഇങ്ങനെ BP വേരിയേഷൻ വന്ന് തലകറങ്ങി വീഴും. വലിയ പ്രശ്നമാകും. ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ വലിയ നാണക്കേടാണ്. കാര്യം ഇത്ര ആളുകളെ വിളിച്ച്, ഈ ആളുകളെയൊക്കെ വിളിച്ച് കൂട്ടിയിട്ട് അവർക്ക് കൊടുക്കാൻ ഭക്ഷണം ഇല്ലെന്ന് പറഞ്ഞാൽ വലിയ നാണക്കേടാണല്ലേ? വലിയ നാണക്കേടാണ്. സ്തോത്രം. ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളോട് ഇങ്ങനെ ഒരു വചനത്തിൽ നിന്ന് ദൂത് പറയാം. അവൻ ഏതൊക്കെയോ വീടുകളിൽ നിന്ന് യേശുവിൻ്റെ ഇടപെടലുകളാൽ ചില നാണക്കേടുകളുടെ സംഗതികളെ മാറ്റാൻ ദൈവ പദ്ധതി നിങ്ങളുടെ കുടുംബങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നുവെന്ന് ഞാൻ ആത്മാവിൽ ഇന്ന് പകലിൽ വചന വെളിച്ചത്തിൽ പ്രവചിക്കുന്നു. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തോ. കാനാവിലെ കല്യാണ വീട്ടില് അവൻ നാണക്കേടിന്റെ സാഹചര്യത്തെ തിരുത്താൻ യേശുവിന്റെ സമയം വെളിപ്പെട്ടപ്പോൾ അവിടെ അസാധാരണ അത്ഭുതം വെളിപ്പെട്ടു. അവൻ വചനത്തിൽ നമ്മൾ അങ്ങനെ കാണുകയാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞോ, നാണക്കേടിന്റെ സാഹചര്യങ്ങൾ തിരുത്തപ്പെടുന്ന സമയം യേശുവുള്ള വീട്ടിൽ വെളിപ്പെടുമെന്ന് ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? അവനെ ചേർന്ന് ദൈവത്തിന്റെ സ്തോത്രം ചെയ്ത് പറഞ്ഞാട്ട് വലിയ നാണക്കേടിനെ മാറ്റാൻ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. വലിയ പ്രശ്നം ഉണ്ടാകുകയാണ് അവിടെ കാനാവിലെ കല്യാണ വീട്ടിൽ.
ഇച്ചിരി കുറ്റം പറയുന്ന ആളുകളാന്ന് വിചാരിക്കുക, ഒന്ന് വിമർശിക്കുന്ന ആളുകൾ. ആ കല്യാണ വീട്ടിൽ യേശു ഉണ്ട്, യേശുവിന്റെ അമ്മയുണ്ട്, യേശുവിന്റെ ശിഷ്യന്മാരുണ്ട്. ആ കല്യാണ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന യേശു ഉള്ള ആ വീട്ടിൽ ചിലർ പറയും അത് നന്നായി. കാരണം ഈ വീട്ടുകാരോട് ഇച്ചിരി പ്രശ്നമുള്ള, ഇച്ചിരി വിരോധമുള്ള ആളുകളുണ്ടെങ്കിൽ അവര് പറയുന്നത് നന്നായി എന്ന് പറയും. അവൻ അങ്ങനെ വന്നത് നന്നായി, അവൾക്ക് അങ്ങനെ വന്നത് നന്നായി. കണ്ടിട്ടില്ലേ, പുറമേ ചിരിക്കുമ്പോഴും അകത്ത് ഭയങ്കര അമർഷം വെച്ചോണ്ട് ജീവിക്കുന്ന ഒത്തിരി പേരെ നമുക്കറിയാം അല്ലേ, പലരെയും നമുക്ക് കാണാം. അതുകൊണ്ട് ഞാൻ നേരത്തെ വചനത്തിൽ പറഞ്ഞ പോലെ പറഞ്ഞത്, മനുഷ്യൻ പുറമേ ഉള്ളത് എന്ത് ചെയ്യുന്നു, കാണുന്നു, പക്ഷെ ദൈവം ഹൃദയത്തെ അറിയുന്നവനാണ്. ചിലർ പറയും അത് നന്നായി, വീഞ്ഞു തീർന്നു, ഒരു നാണക്കേട് അവന്റെ കുടുംബത്തിൽ വരണം, അവനത് അനുഭവിക്കണം, അല്ലെങ്കിൽ അവളത് അനുഭവിക്കണം. പക്ഷേ ആ വീട്ടിൽ മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാത്ത, മനുഷ്യർക്കപ്പുറം സ്നേഹിക്കുന്ന, മനുഷ്യർ സ്നേഹിക്കുന്നതിനപ്പുറം സ്നേഹിക്കുന്ന ഒരുവൻ ആ വീട്ടിലുണ്ട്. അവന്റെ പേരാണ് യേശു. നിന്റെ വീട്ടിൽ യേശുവിന് സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിന്റെ വീട്ടിൽ യേശു ഉണ്ടെങ്കിൽ, നിന്റെ നാണക്കേടിന്റെ സന്ദർഭത്തിനകത്ത് നിന്നെ നോക്കി വിമർശിക്കുന്ന, നിന്നെ നോക്കി വിധിക്കുന്ന, നിന്നെ നോക്കി കുറ്റം പറയുന്ന ചിലരുടെ നടുവിൽ ദൈവം നിന്റെ സാഹചര്യത്തെ ചേഞ്ച് ചെയ്യിപ്പിക്കുമെന്ന് ഇന്ന് പകൽ അറിയുന്നവർ അവന് മഹത്വം കൊടുത്തു പറഞ്ഞു. ചില നാണക്കേടിന്റെ സന്ദർഭങ്ങളെ മാറ്റി ദൈവം ചില മാന്യത വരുത്തുന്ന സുദിനം നിന്റെ വീട്ടിന്റെ മേൽ വരാൻ പോകുന്നെന്ന് ഇന്ന് ആത്മാവിൽ ഞാൻ നിന്നോട് സംസാരിക്കുകയാണ്. ഇന്ന് പകൽ ആ പിശാച് അത് കേൾക്കട്ടെ. ആമേ, നാണക്കേട് വരുത്തി നിന്റെ വീട്ടിലെ നാണക്കേട് ദേശത്ത് നിന്നെ നിന്നയാക്കുമെന്ന് പറഞ്ഞ് പിശാച് എഴുതി വെച്ച വിധി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പൊളിക്കട്ടെ. നിന്റെ സാഹചര്യത്തിന്റെ മേൽ നീ നിന്ദിക്കപ്പെടാൻ അനുവദിക്കാതെ നിന്നെ ലിഫ്റ്റ് ചെയ്യിപ്പിക്കുന്ന, നിന്നെ ഉയർത്തുന്ന, നിന്റെ സാഹചര്യത്തെ തിരുത്തുന്ന ഒരുവനുണ്ട്. അവൻ നിന്റെ വീട്ടിൽ അതിഥിയായി വന്നവനല്ല, നീ സ്വീകരിച്ചു. അവൻ നിന്റെ ജീവിതം തന്നെ ഏറ്റെടുത്തവനാണ്. ഇന്ന് പകൽ അങ്ങ് വിശ്വാസത്തിൽ ഉറക്കണം. അങ്ങോട്ട് ഇന്ന് പകൽ പറയണം, ഇല്ല പിശാചേ, നീ കൊണ്ടുവരാൻ സാഹചര്യം, അവൻ നാണക്കേടിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യത്തെ എന്റെ യേശു തിരുത്തും. വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞു, തിരുത്തപ്പെടും, തിരുത്തപ്പെടും. ഈ 2024 പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിങ്ങളോട് പങ്കുവെക്കുന്നത് കേട്ടോ. അവൻ തിരുത്തപ്പെടുന്ന സമയം നിന്റെ വീട്ടിന്റെ മേൽ നീ കാണാൻ പോകുകയാണ്. വിശ്വസിക്കുമെങ്കിൽ വിശ്വസിച്ചോ, ഈ ദൂത് ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തോ. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പ്രവചിക്കുന്നു. നിന്റെ വീട്ടിന്റെ മേൽ, നിന്റെ സാഹചര്യം, നിന്ന കൊണ്ടുവന്ന് നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിന്റെ മേൽ യേശു നിന്റെ സാഹചര്യത്തെ തിരുത്താൻ പോകുകയാണോ? എവിടെ നീ നിന്ദിക്കപ്പെടാൻ പോകുന്നു, അവിടെ ഒരു മാന്യത നിനക്ക് കൊണ്ടുവന്ന് ദേശത്തിന്റെ മുൻപിൽ നിന്റെ ഭവനത്തെ ഉയർത്തുമെന്ന് ഇന്ന് പകൽ ആത്മാവ് ഇടപെടുകയാണ്. സ്തോത്രം. പിശാച് പറഞ്ഞു, തീർന്നടാ, തീർന്നു, നിന്റെ ലൈഫ് തീർന്നു. എവിടൊക്കെയോ നിന്ന വരുന്നു, എവിടൊക്കെയോ പരിഹാസങ്ങൾ വരുന്നു, എവിടെയൊക്കെയോ നിന്റെ സ്റ്റാറ്റസിന് കുറച്ചിൽ വരുന്നു. എന്നാൽ പിശാചിന് അറിയത്തില്ല ഈ വീട്ടിൽ ഒരുവൻ ഉണ്ടെന്ന്. ഈ വീട്ടിൽ ഒരുവൻ ഉള്ളത് എങ്ങനെയുള്ളവനെന്ന് അവൻ അറിയത്തില്ല. അവൻ സ്വർഗത്തിലെ ദൈവം ദാസരൂപമെടുത്ത് മാനവകുലത്തെ സ്നേഹിച്ച യേശു കർത്താവ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് അവന് നമ്മളോടുള്ള സ്നേഹമാണ്.